കൊള്ളാലോ. ഇതെന്താ പരിപാടി? നോക്കട്ടെ. എടോ, തനിക്ക് ഞാൻ മെഹന്തി ഇട്ടേട്ടെ? അതിന് തനിക്ക് മെഹന്തി ഇടാനൊക്കെ അറിയോ? എന്താടോ, ഞാൻ ഇട്ട ശരിയാവില്ലേ? ഇല്ല, ശരിയാവില്ല. തനിക്ക് പരീക്ഷണം നടത്തി പഠിക്കാനുള്ളതല്ല എന്റെ കൈ. പരീക്ഷണമൊന്നുമല്ല, ശരിക്കും എനിക്ക് മെഹന്തി ഇടാൻ അറിയാം. ഓ പിന്നെ. എടോ, ഞാൻ കൊച്ചുനാളിൽ ആമി ചേച്ചി ഇടുന്ന കണ്ട് പഠിച്ചതാ. ഇപ്പൊ ചേച്ചിയേക്കാൾ എക്സ്പെർട്ട് ഞാനാ. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ഇങ്ങോട്ടോ, ഞാൻ കാണിച്ചു തരാം. വിചാരിച്ച പോലൊന്നും അല്ലല്ലോടോ. നാള് സ്മാർട്ടാണല്ലോ. മെഹന്തിയിൽ ഞങ്ങള് പെണ്ണുങ്ങളെത്താൻ കടത്തി വെട്ടിയല്ലോ. ഇതൊക്കെ എന്ത്? മെഹന്തി മാത്രമല്ല, ഞാൻ അതിസുന്ദരമായിട്ട് കണ്ണെഴുതി തരും, നഖം വെട്ടി തരും, ലിപ്സ്റ്റിക് ഇട്ട് തരും, മുടി പിന്നി കെട്ടി തരും. പിന്നെ 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 ഓജക്കാവിടുന്ന് അയ്യോ, കൊണ്ടുവാ, തീർന്നില്ല, ഇനിയും ഉണ്ട്. ചെയ്യല്ലേ? ശരിയൊക്കെ തരാം. ലച്ചു, നീ ഇവിടെ നിൽക്കാണോ? വന്നേ. എന്താ ഏട്ടത്തി? വാ, പറയാം, വാ. എന്താ? വാ. ഇഷ്ടപ്പെട്ടോ? അല്ല, എങ്ങോട്ടായി രണ്ടും കൂടെ കുണുങ്ങി കുണുങ്ങി? ഒരു കാര്യം കാണിച്ചുതരാം. ഇത് കഴിഞ്ഞോടാ? ഇത് കഴിഞ്ഞെങ്കിലേ ലച്ചുമോൾക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്ക്. നീ ഗംഭീരായിട്ട് മെഹന്തി ഇടുന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നേ. വെറുതെ പേരുദോഷം കേൾപ്പിക്കല്ലേ. വേഗാവട്ടെ, വേഗാവട്ടെ. ഇടടാ ഇടടാ. എന്താണ് നോക്കിയിരിക്കുന്നത്? നിനക്ക് നിന്റെ ഭാര്യയെ പേടിയാണോടാ? ഞാനെന്തിനാ പഠിക്കുന്നത്? അല്ല, എനിക്ക് മെഹന്തി ഇട്ട് തന്ന അവള് പിണങ്ങുമെന്ന് വിചാരിച്ചു. പൂജ അങ്ങനെ ആരോടും പിണങ്ങിയൊന്നുമില്ല. ആര് പിണങ്ങിയാലും നീ ഇവൾക്ക് മെഹന്തി ഇട്ട് കൊടുത്തേ പറ്റൂ. ഞാൻ വാക്കുകൊടുത്തു പോയി. അതേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞാനിട്ടെന്നാ പോരെ? ഇട്ടോട്. പോരാ.
നിന്റെ കൈക്കിട്ട് തരുന്നത് പോലും ആദ്യല്ലേ. അപ്പോ അവനെക്കാളും നന്നായിട്ട് അറിയാവുന്ന നീ പറയുന്നതിൽ എന്താ കാര്യം? ലച്ചുവിന് മെഹന്തി ആദ്യം ഇട്ടാ മതി. ചേച്ചി നീ ആള് കൊള്ളാലോടാ. ഇതിപ്പോ പെമ്പിള്ളാരെക്കാളും നന്നായിട്ട് നീ വരയ്ക്കുന്നുണ്ടല്ലോ. നടക്കട്ടെ, ഞാൻ അപ്പുറത്തുണ്ടാവും. പൂജ താനെവിടെയാ പോന്നെ? അവിടെ നിൽക്ക്.